എല്ലാവർക്കും എൻ്റെ ചാനലിനോട് നമസ്കാരം. ഞാൻ ഷെമി. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പിക്ചറിൻ്റെ ബാക്കിൽ ടെക്സ്റ്റ് വെക്കാമെന്നാണ്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം വേണമെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങളിലെത്തും. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സ്നാപ്സീഡ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ സ്നാപ്സീഡ് എന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമേജ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. ഇത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ടൂൾസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫണ്ട് എടുക്കാം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന ഇതാണ്. എന്നിട്ട് ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റാണ് വേണ്ട അത് അവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഫ്ലവർ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഓക്കെ അടിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇമേജിൻ്റെ ബാക്കിൽ കൊണ്ടുപോകുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഫിക്സ് ആണെങ്കിൽ നിങ്ങളത് അവിടെ കറക്റ്റായി വെക്കുക. എന്നിട്ട് ഈ ടിക്ക് ബട്ടൺ ഞെക്കുക. ഈ ടിക്ക് ബട്ടൺ ഞെക്കിയതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വ്യൂ എഡിറ്റ് എന്ന് ഞെക്കുക. എന്നിട്ട് ഈ ടെക്സ്റ്റിൻ്റെ അവിടെ ഞെക്കുക. എന്നിട്ട് ഈ പെയിൻറ്റ് ഐക്കൺ കണ്ടില്ല, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് കാണില്ല. ടെക്സ്റ്റ് കാണാനായി നിങ്ങൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഫ്ലവറിൻ്റെ ബാക്കിൽ, അത് നിങ്ങളുടെ ഇമേജിൻ്റെ ബാക്കിൽ വരേണ്ട അവിടെ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്, കാരണം എനിക്ക് ഇതാണ് ബാക്കിൽ വരുന്നത്. ഇതിങ്ങനെ അതിൻ്റെ ശേഷം നിങ്ങൾ ഈ ബാക്കിൽ ഞെക്കുക. എന്നിട്ട് കണ്ടില്ലേ, ഈ ടെക്സ്റ്റ് ഇപ്പോൾ ഈ ഫ്ലവറിൻ്റെ ബാക്കിലാണ് എന്നാണ് ഇതിൽ തോന്നുക. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ട് എന്ന് ഞെക്കിയിട്ട് സേവ് ഞെക്കുക. ഇത് സേവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗാലറിയിൽ ഈ ഫോട്ടോ കാണാം, ഈ ടെക്സ്റ്റ് ബാക്കിൽ ആഡ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ തന്നെ ഞാൻ ഇനിയും മുന്നോട്ട് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാ സപ്പോർട്ടും വേണം. നന്ദി, നമസ്കാരം.